ഞാൻ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒരു കപ്പിൻ്റെ പകുതി കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ് ഇവ ചേർത്ത് ഇതിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഇതിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് 3 വിസിൽ. ഇതിൽ ചേർക്കുന്ന പച്ചക്കറികൾ: ഒരു ചേമ്പ് ചെറുതായിട്ട് മുറിച്ചത്, തക്കാളി 4 എണ്ണം, വഴുതനങ്ങ 1, ഇല്ലെങ്കിൽ കത്തിരിക്കയും ഇടാം. പരിപ്പ് റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് ആയി പച്ചക്കറികൾ ചേർക്കാം. ഇത് 5 വെണ്ടയ്ക്ക ചെറിയ 1 സ്പൂൺ എണ്ണയിൽ വഴറ്റി വെച്ചതാണ്. അത് ചേർക്കാം. കത്തിരിക്ക, ചേമ്പ്, തക്കാളി, മുരിങ്ങയ്ക്കായ്, പച്ചമുളക് 2 അതും ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർക്കുക. ഞാൻ ഇവിടെ ചേർക്കുന്നത് കട്ടക്കായയാണ്. 1 കഷ്ണം കായ ചേർക്കണം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് 1 വിസിൽ. സാമ്പാർ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടി ഐറ്റങ്ങൾ ചേർക്കുക. അതിനായി ഇവിടെ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എണ്ണയിൽ വറുത്ത് വെച്ചതാണ്. അത് ചേർക്കുകയാണ്. ആവശ്യത്തിന് ചേർത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അതിൽ 1 ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. അതിനായി പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചത് ആവശ്യത്തിന്, പുളിപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്താൽ മതി. അതിലേക്കായി കുറച്ച് ഉപ്പും അവരവരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഒന്ന് തിളച്ച് റെഡിയാവുമ്പോൾ എല്ലാം കറക്റ്റ് ആയെന്ന് കണ്ടാൽ ഇതിലേക്ക് മല്ലിയില ചേർക്കുക. ഇത് ചേർത്തൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുവറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉള്ളിയും കടുകും കറിവേപ്പിലയും മുളകും അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. സാമ്പാർ റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു എളുപ്പം ചെയ്യാൻ പറ്റിയ ഡിഷാണ്.